തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇ.ഡി. നൽകിയ കത്തിലെ വിവരങ്ങൾ പുറത്ത്. തൃശൂരിലെ CPM അക്കൗണ്ടുകളിൽ 99% വെളിപ്പെടുത്താത്തതാണ്. തൃശൂരിൽ പാർട്ടിക്ക് 81 അക്കൗണ്ടുകളുണ്ടെന്നും ഇ.ഡി. സൂചിപ്പിക്കുന്നു. കരുവന്നൂരിന് സമാനമായ ക്രമക്കേട് നടന്ന 12 ബാങ്കുകളുടെ വിവരങ്ങൾ കൂടി ധനമന്ത്രാലയത്തിനും റവന്യൂ വകുപ്പിനും കൈമാറിയിട്ടുണ്ട്. വെളിപ്പെടുത്താത്തത് എന്ന് ഇ.ഡി. കണ്ടെത്തിയ അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പ് നിരീക്ഷണത്തിലാണ്. തൃശൂരിൽ CPMന് 81 അക്കൗണ്ടുകൾ ഉള്ളതായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇ.ഡി. നൽകിയ കത്തിൽ വ്യക്തമാക്കുന്നത്. CPMന് തൃശൂരിലുള്ള സ്വത്തുവകകളുടെ വിശദാംശങ്ങളും പാർട്ടി വെളിപ്പെടുത്തിയിട്ടില്ല. 90-ലധികം സ്ഥലങ്ങളിൽ സ്വത്തുവകകൾ ഉള്ളതായും കത്തിൽ പറയുന്നുണ്ട്. CPMന്റെ വെളിപ്പെടുത്താത്തതായ ഇ.ഡി. കണ്ടെത്തിയ അക്കൗണ്ടുകൾ ആദായനികുതി വകുപ്പിന്റെയും നിരീക്ഷണത്തിലാണ്. ഈ അക്കൗണ്ടുകളിൽ അസ്വാഭാവിക ഇടപാട് നടത്തിയതായി കണ്ടെത്തിയാൽ കർശന നടപടികളിലേക്ക് ആദായ നികുതി വകുപ്പും കടക്കും. കരുവന്നൂർ ബാങ്കിലെ CPM അക്കൗണ്ടുകൾ ചൂണ്ടിക്കാട്ടി ജനുവരി 16-നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും റിസർവ് ബാങ്കിനും കേന്ദ്ര ധനമന്ത്രാലയത്തിനു കീഴിലുള്ള റവന്യൂ വകുപ്പിനും ഇ.ഡി. കത്ത് നൽകിയത്. ഫണ്ട് സ്വീകരിക്കുന്നതിലെ വ്യവസ്ഥകൾ ലംഘിച്ചുവെന്നും ജനപ്രാതിനിധ്യ നിയമത്തിലെ ചട്ടങ്ങളുടെ ലംഘനമുണ്ടായെന്നുമാണ് കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. കരുവന്നൂർ ബാങ്കിൽ CPMനുണ്ടായിരുന്ന 5 അക്കൗണ്ടുകളുടെ വിവരങ്ങളായിരുന്നു ധരിപ്പിച്ചത്. കരുവന്നൂരിന് പുറമെ മറ്റ് 12 സഹകരണ ബാങ്കുകൾ കൂടി നിയമലംഘകരായി ഉണ്ടെന്ന റിപ്പോർട്ട് ഇ.ഡി. നേരത്തെ ഹൈക്കോടതിക്ക് കൈമാറിയിരുന്നു. ഈ പട്ടികയിലുള്ള ബാങ്കുകളുടെ പേരുകൾ ഇ.ഡി. കേന്ദ്ര ധനമന്ത്രാലയത്തിന് കൈമാറിയിട്ടുണ്ട്. ഇതിന്റെ പകർപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിനും ലഭിച്ചിട്ടുണ്ട്. മാവേലിക്കര, തുറവൂർ, നടക്കൽ, കോന്നി റീജണൽ, BSNL എഞ്ചിനീയേഴ്സ്, മൂന്നിലവ്, പെരിങ്കാവല എന്നീ സഹകരണ ബാങ്കുകളാണ് പട്ടികയിലുള്ളത്. ജനം, കൊച്ചി.